രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ നാമൻ എന്ന സഹോദരൻ കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. രാജാവ് പറഞ്ഞതനുസരിച്ച് നാമൻ എലീശ പ്രവാചകൻ്റെ അടുത്തേക്ക് കുതിരകളും രഥങ്ങളുമായി ഭൃത്യന്മാരോടൊപ്പം പോകുന്നുണ്ട്. വാതിൽപ്പടിക്കൽ എത്തിയപ്പോൾ എലീശ പ്രവാചകൻ ഭൃത്യന്മാർ വഴി നാമാനോട് പറയുന്നുണ്ട്, ജോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം കുളിക്കുവാനായിട്ട്. ഇത് കേട്ട് നാമാൻ ശുഭിതനാകുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു എലീശ പ്രവാചകൻ എൻ്റെ അടുത്ത് വന്ന് കർത്താവിനോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും കൈ ഉയർത്തി എനിക്ക് സൗഖ്യം നൽകുകയും ചെയ്യുമെന്ന്. അദ്ദേഹം ശുഭിതനായി കണ്ടപ്പോൾ ഭൃത്യന്മാർ പറയുന്നുണ്ട്, പ്രവാചകൻ പറഞ്ഞത് വളരെ സൗമ്യമുള്ള എളുപ്പമുള്ള മാർഗമല്ലേ? ഭാരിച്ച കാര്യമായിരുന്നെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നു. പക്ഷേ കുളിക്കുവാനായിട്ട് എന്താണ് പ്രയാസം? സ്നേഹത്തോടുകൂടെ ചെയ്യുക എന്ന് പറയുമ്പോൾ നാമാൻ അപ്രകാരം ചെയ്യുന്നുണ്ട്. ശിശുവിനെ പോലെ അദ്ദേഹം കുളിച്ചുവെന്ന് നാം വായിക്കുന്നുണ്ട്. സൗഖ്യം പ്രാപിച്ചു കഴിയുമ്പോൾ നാമാൻ ഭൃത്യന്മാരോടുകൂടെ എലീശ പ്രവാചകൻ്റെ അടുത്തു ചെന്ന് ഇസ്രായേലിലെ ദൈവമാണ് ഏക ദൈവമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിലും സ്വയം എളിമപ്പെടാനും വിനയത്തോടുകൂടെ പെരുമാറാനും കഴിയുമ്പോഴാണ് നമ്മെ തന്നെ തിരിച്ചറിയുവാനും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുവാനും നമുക്കും സാധിക്കുക. ഞാൻ ഓർക്കുന്നത്, ഞാനിപ്പോൾ സെമിനാരിയിലാണ്, കോൾബെ സെമിനാരിയിൽ. വീട്ടിൽ പോയ സമയത്ത് അപ്പച്ചനും അമ്മച്ചിയോടൊപ്പം ചായ കുടിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ബൈക്കിൻ്റെ അടുത്തെത്തിയ സമയത്താണ് അമ്മച്ചി എന്തോ ഓർത്ത രീതിയിൽ വീട്ടിലേക്ക് കയറി പോവുകയും ഒരു ചെറിയ പഴവുമായി ഇറങ്ങി വരുന്നുണ്ട്. സാധാരണ ഞാൻ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ നിൽക്കാറില്ല, അപ്പോൾ തന്നെ ടാറ്റ പറഞ്ഞിട്ട് പോകും. പക്ഷേ അമ്മച്ചിയുടെ മുഖത്ത് നോക്കിയപ്പോൾ അമ്മച്ചി എന്തോ തരാനായിട്ട് ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലായി. കയ്യിലേക്ക് നോക്കിയപ്പോൾ ഒരു ചെറിയ പഴമാണ്. അമ്മച്ചിയുടെ മുഖം കണ്ട് ഞാൻ അമ്മച്ചിയോട് എന്താണ് അമ്മച്ചി എന്ന് ചോദിച്ചു. അമ്മച്ചി സ്നേഹത്തോടെ ആ പഴവുമായി ഏതാനും ചൂടുകൾ വെച്ച് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ആ ചെറുപഴം തിന്നു കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ മുഖത്തുണ്ടായ ഒരു സന്തോഷമുണ്ട്. എൻ്റെ ഹൃദയത്തിൽ നൽകിയ വലിയൊരു സന്തോഷമായിരുന്നു. സ്വയം എളിമപ്പെടാൻ നാം തന്നെ തീരുമാനിച്ചാൽ നമ്മെ തന്നെ തിരിച്ചറിയുവാനായിട്ട് നമുക്കും കഴിയും. നമ്മുടെ ജീവിതത്തിൽ സ്വയം എളിമപ്പെടുവാനും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാനും ഈ നോമ്പുകാലത്ത് നമുക്കും സാധിക്കട്ടെ.